നമ്മുടെ ഇപ്പം ജോഷി ബെനഡിക്ട് ആദ്യത്തെ സിനിമയ്ക്ക് ദേശീയ അവാർഡ്, രണ്ടാമത്തെ സിനിമയ്ക്കും ദേശീയ അവാർഡ്. ഇതൊരു അച്ചീവ്മെന്റ് മാത്രമല്ല, ഇതൊരു കോൺസ്റ്റന്റ് സക്സസ്. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ് എന്നുള്ളത് ചോദിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. നമുക്ക് സ്വന്തം ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, മനസ്സിൽ ചില കാര്യങ്ങളെയാണ് നമുക്കത് ആശയമായിട്ട് വരുന്നത്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ചില കാര്യങ്ങൾ, അത് ചില ദുഃഖങ്ങളുമായിട്ട് കണക്ഷനുള്ള സംഗതിയോ അങ്ങനെ കുറച്ച് അത്ര സന്തോഷകരമായ സംഗതികളല്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ ആശയം എന്താണെന്നുള്ള അതിൻ്റെ ഉള്ളോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചില അനുഭവങ്ങളെല്ലാം നമുക്ക് കേട്ട് പരിചയമുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ പരിചയമുള്ള ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതൊക്കെ വരുന്നത്. അതിന്റെ ഏറ്റവും ഉള്ളിലുള്ള കാര്യം പറയുന്നത്, ഏറ്റവും തുടക്കം പോലത്തെ ഈ ആശയം വരാനുള്ള ഒരു സംഗതി ഉണ്ടാവുമല്ലോ, ഒരു അനുഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ആലോചന. അപ്പൊ അങ്ങനെ സംഗതി ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം തോന്നുന്നത്. പിന്നെ ഇതിന്റെ ഈ ആനിമേഷന്റെ രീതികളും അതിന്റെ ശൈലി എങ്ങനെയാണ്, അപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും ഈ പറയുന്ന ആശയം പറയാൻ വേണ്ടി ഉചിതമെന്ന് തോന്നുന്നത് നമ്മൾ തന്നെ മറ്റൊന്നിനെ തേടിപ്പോകാതെ നമുക്ക് എന്ത് തോന്നുന്നു, എന്താണ് തോന്നുന്നത്, എങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പം പുതിയ സിനിമയുടെ ചില അതിന്റെ പോസ്റ്റർ ചിലപ്പം ആശിച്ച് കണ്ടിട്ടുണ്ടാവും. സ്റ്റൈൽ, അതിന്റെ സിനിമയുടെ സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു. അപ്പൊ ആ വിഷയത്തിന് അങ്ങനെ വേണം നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കളർ വേണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിക്കോട്ടെ, അങ്ങനത്തെ കുറച്ച് ലൈൻസ് ഒക്കെ ഉള്ള, അപ്പൊ കുറച്ച് ഇരുണ്ട ഒരു കുറച്ച് നമുക്ക് ദുഃഖം, അങ്ങനത്തെ സംഗതികളൊക്കെ വരുന്ന ഒരു ആശയമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു തോന്നലുകളെയൊക്കെയാണ് നമ്മൾ അതിനെ കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സംഗതി. പൊതുവെ ഈ ആനിമേഷന്റെ ഒരു കോൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ ആളുകള് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ആനിമേഷന്റെ കുറെ കൂടി പോസിബിലിറ്റി, ലൈക്ക് നമ്മൾ കണ്ടുപരിചയമുള്ള അതിലെ കുറെ നമ്മൾ പണ്ടേ നമുക്ക് ആനിമേഷൻ പ്രത്യേകത സ്ക്യൂയിങ്, അങ്ങനത്തെ ചില സ്ക്വാഷിങ്, അത്തരം സങ്കേതങ്ങൾ. അതൊന്ന് പ്രസന്റേഷൻ രീതി. രണ്ട്, നമ്മൾ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫാന്റസി ആയിട്ടോ അത്തരം കാര്യങ്ങളൊക്കെയാണ് ആനിമേഷൻസ് പലരും എടുക്കുന്ന ഒരു രീതി. അതായത് ചക്രഹരം പരന്നുപോയ ആള് പേപ്പർ പോലെ ആളായി പോവുക, വീണ്ടും പഴയ പോലെ ആവുക, അല്ലേ? അതെ 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 അങ്ങനെ അതൊരു വിഷ്വൽ പ്രസന്റേഷന്റെ രീതി. പിന്നെ എടുക്കുന്ന പ്രമേയത്തിനും അങ്ങനെ യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ നടക്കുന്നതല്ലാത്ത ഫാന്റസി കാര്യങ്ങൾ, ഇപ്പോ അത്തരം സിനിമകളും വരാൻ തുടങ്ങി ഇപ്പോ. പക്ഷെ ജോഷി ഏറ്റവും മനുഷ്യനെ ടച്ച് ചെയ്യുന്ന ഇമോഷൻസും അത്തരം കാര്യങ്ങളാണ് വിഷയമാക്കുന്നത്. അതെന്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ അതിനൊരു ഉത്തരവുണ്ട്, ജീവിതഗന്ധിയായിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഈ ആനിമേഷന്റെ സങ്കേതങ്ങള് ആശ്രയിക്കാതെ കഥ പറയാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. അത് ശരിക്കും നമ്മുടെ ആലോചനകളും ആശയങ്ങളൊക്കെ ഇങ്ങനെ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ചിലപ്പോൾ നമുക്ക് ലൈവ് ആക്ഷനിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഗതികൾ ഉണ്ടാവുമായിരിക്കും. ഏതൊരു ഭാഗമൊക്കെ ചിലപ്പോൾ അതിനകത്ത് ലൈവ് ആക്ഷനിൽ ചെയ്താൽ വർക്കാവാത്ത കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെ ചെറിയ ഒന്നര ഭാഗത്ത് മാത്രമേ, അപ്പൊ നമ്മൾ ഒരു റിയൽ മനുഷ്യ ജീവിതമായിട്ട് റിയൽ സംഭവങ്ങളായിട്ട് ബന്ധം തോന്നുന്ന മാതിരി വന്നിട്ട് അതിനെ പിന്നെ നമ്മളൊരു കുറച്ചൊരു റിയലായിട്ടോ ഫാന്റസി ലെവലിലേക്ക് അതിന്റെ ഇടയിൽ വന്നു കഴിയുമ്പോൾ, വരുന്ന വഴിയിൽ അങ്ങനെ നമ്മുടെ ആശയം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ലൈനിലേക്ക് ഇതിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ കാണുന്നവർക്ക് വിശ്വസനീയമാവുകയും കുറച്ചുകൂടെ അത് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ടെന്ന് എൻ്റെ ഒരു തോന്നല്. അപ്പൊ അങ്ങനെ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മുടെ ആളുകൾ അങ്ങനെ വരുന്നത്. അപ്പൊ ഇത് ശരിക്കും ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ ഞാനിപ്പോ ടോം ആൻഡ് ജെറി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇങ്ങനത്തെ എക്സൈറ്റ് ചെയ്ത സാധനങ്ങളും അങ്ങനത്തെ കുറെ സംഗതികളൊക്കെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. നമ്മുടെ റിയൽ അല്ലാത്ത ആലോചനകളൊക്കെ, ഫാന്റസി സാധനങ്ങളൊക്കെ. പക്ഷെ എന്നാലും എന്റെ തോന്നല്, നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ. അത് നമ്മുടെ ആലോചനകളൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗതികൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അത്രേ അതിന് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ്, ഇങ്ങനത്തെ ആശയങ്ങൾ ചെയ്യാനാണ്. അത് നമ്മൾ ശരിക്കും ഒരു വർക്കിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറയാൻ, നമ്മൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന, നമ്മൾ അത് ഓരോ വർക്ക് ചെയ്ത് ഓരോ ഷോട്ടുകൾ ചെയ്ത് പൂർത്തിയാക്കുമ്പോഴും, അല്ലെങ്കിൽ ഓരോ ആനിമേഷൻ ചെയ്ത് ഓരോ ഭാഗങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് ഇതിന്റെ രസം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് കിട്ടുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഒരു നേട്ടം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു
എന്താ മനസ്സിനൊരു സുഖം തോന്നുന്നത്, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ഈ ഇങ്ങനെ ഉള്ള ആശയങ്ങൾ വരുന്നത്. അല്ലാണ്ടെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനത്തെ ആശയങ്ങൾ ചെയ്യണമെന്ന് ആലോചിക്കുക അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. അതാണ് അതിന്റെ ഒരു കാരണം ശരിക്കും പറഞ്ഞാല്. ഫൈൻ ആർട്സ് പഠിച്ച ഒരാളാണ്. വിഷ്വൽസിനോട് കുറച്ചും കൂടി അടുപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഊഹിക്കണതല്ല. അപ്പൊ ഒരു ആശയം വരുന്ന സമയത്ത് ഇപ്പൊ ഗ്രാഫിക് നോവൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ വിഷ്വൽസ് ആണോ മനസ്സിൽ ആദ്യം വരിക? അത് ചിത്രങ്ങളായിട്ടാണോ കഥ രൂപപ്പെടുക? അതോ കഥ വന്നിട്ട് അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണോ അതിന്റെ ഒരു പ്രോസസ്? കഥയല്ല, ഒരു ഒരു അതിന്റെ ഒരു ഫീലായിരിക്കും ചിലപ്പോൾ ആദ്യം വരുന്നത് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഇതിന്ന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഈ സാധനം ഒരു ആശയത്തിന് ഡീറ്റെയിൽസ് ഒരു കഥ പോലെ വന്നിട്ടില്ലെങ്കിലും അതിന്റെ ഒരു 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 എന്താ പറയാനിപ്പം അതിന്റെ ഒരു ഫീൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഫീൽ ഇതാണ്, ഇങ്ങനെയൊക്കെ എന്തോ ആണ്. അപ്പോഴും ഈ അതിന്റെ സംഭവങ്ങളോ ഇത് എങ്ങനെയാണോ പറയാൻ പോകുന്നതെന്നോ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ആയിട്ടുണ്ടാവില്ലായിരിക്കും. എന്നാലും നമുക്ക് ആ ഒരു ഫീലാണ് ആദ്യം തോന്നുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു കേട്ടോ. അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് മനുഷ്യരുടെ ബന്ധങ്ങളെ പറ്റിയും ഇത് എങ്ങനെയാ എപ്പോഴും പൂർണ്ണമായിട്ടൊരു കഥയായിട്ടല്ല, ചിലപ്പോൾ ചില വിഷ്വലാണ് വരുന്നത് നമുക്ക്. ഇങ്ങനെ ഒരു ഫീൽ, ഞാൻ പറഞ്ഞ ഒരു ഫീലിലേക്ക് തുടങ്ങി പിന്നെ ചില ഭാഗങ്ങളെ അതിന്റെ ചില വിഷ്വൽസ്. ഇപ്പോഴത്തെ സിനിമ തന്നെ ആയാലും നമ്മളെ ടച്ച് വാട്ടർ, അത് ഒരു കിണർ എന്ന് പറയുന്ന സംഗതിയും ഒരു സുഖമില്ലാത്ത ഒരാള്, അങ്ങനത്തെ ചില വിഷ്വൽസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കിണറിന്റെ ആഴം, ഒരു കിണർ എന്ന് പറയുന്നത് അതിനെന്തോ ഒരു ആഴം പോലത്തെ ഒരു സംഗതി ഉണ്ട്. കിണർ എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്തോ ഈ ആഴം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. കിണറിന്റെ വെറും ഒരു ആഴം എന്നുള്ളൊരു അതല്ല, വേറെന്തൊക്കെയോ ആഴങ്ങളുണ്ട് അതിന്. അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് തോന്നി. അപ്പൊ അതിനെയും കൂടെ ഈ സിനിമയുടെ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കിണറിനെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട്. കിണർ എന്നുള്ള ഒരു സംഗതിനെ, കിണറ്റിൽ വെള്ളമുണ്ട്. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ ഏറ്റവും ആധാരമായിട്ടുള്ള സാധനമാണ്. ഈ ലോകത്തിൽ തന്നെ നിലനിൽപ്പിന്റെ വെള്ളത്തിലാണ്. ശരിക്കും വെള്ളത്തിന്റെ പല രീതിയിലുള്ള സംഗതികളിലാണ്. ജീവൻ തന്നെ വെള്ളത്തിന്റെ ഇതാണ്, ജലത്തിന്റെയാണ് ഏറ്റവും അതിന്റെ സംഗതി. അപ്പൊ അങ്ങനെ പല സംഗതികൾ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ആശയം ഒന്ന് തുടങ്ങി പെട്ടെന്ന് മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. അതങ്ങനെ ഡെവലപ്പ് ആവുന്നു പല രീതിയിൽ. അങ്ങനെയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വിഷ്വലിന്റെ കാര്യം പറഞ്ഞു, ഫീലിന്റെ കാര്യം പറഞ്ഞു. വിഷ്വലിന്റെ ഒപ്പം തന്നെ ഫീലില് ഇതിന്റെ കഴിഞ്ഞ ഫിലിമിൽ ബിജു ബാലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മറ്റുള്ള സാങ്കേതിക പ്രവർത്തകരെ കുറിച്ചൊന്ന് പറയും. മ്യൂസിക് ചെയ്തത് ഫൈസൽ അഹമ്മദാണ്, ആലപ്പുഴക്കാരനാണ്. ശരിക്കും ഫൈസലിലേക്ക് ഞാൻ എത്തുന്നത്, ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തത് നിതിൻ ലൂക്കോസ് ലൈവ് ആക്ഷൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പക എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. മൂപ്പര് കുറെ സിനിമകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പം മൂപ്പര് എനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കെ മുരളീധരനാണ്, നമ്മുടെ പതിമൂലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ നിതിന്റെ അടുത്ത് എത്തുന്നു. നിതിന്റെ വഴിക്കാണ് ഫൈസലിന്റെ അടുത്ത് എത്തുന്നത്. അപ്പം മ്യൂസിക് ചെയ്ത ഫൈസലാണ്, അതുപോലെ സൗണ്ട് ചെയ്തത് നിതിനാണ്. പിന്നെ കോമ്പോസിറ്റ് ചെയ്ത ആള് പ്രവീൺ സ്റ്റാൻലി ജോൺസൺ. നമ്മുടെ ഈ 2 സിനിമയ്ക്കും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. കാരണം കോമ്പോസിറ്റ് ചെയ്യാന്ന് പറയുന്ന ആദ്യഘട്ടം പോലെ നമ്മുടെ കൂടെ വേണ്ട ആളാണ്. ഈ തുടക്കം മുതലേ നമ്മളിപ്പോ ഈ സിനിമ കഥ റെഡിയായി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്റ്റോറി ബോർഡും അനിമാറ്റിക്സും കഴിഞ്ഞിട്ട് ഇതിനെ അനിമേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റൈൽ ഉണ്ടാക്കുമ്പോഴും ഓരോ സമയം നമുക്ക് ഇതിന്റെ കോമ്പോസിറ്റർ ചെയ്യുന്ന ആളുടെ സഹായം ആവശ്യമുണ്ടാകും. പ്രവീണിനെ പറ്റി ഞാൻ കൂടുതൽ എടുത്തു പറയും. കാരണം മൂപ്പര് ഞാൻ എത്ര വേണം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ മൂപ്പര് തയ്യാറായിരുന്നു. അത് വലിയൊരു സപ്പോർട്ടാണ്. അപ്പം അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രവീൺ സ്റ്റാൻലി ജോൺസൺ കോമ്പോസിറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നിതിൻ ലൂക്കോസ് സൗണ്ട് ചെയ്തു, നമ്മുടെ ഫൈസല് മ്യൂസിക് ചെയ്തു. അങ്ങനെയാണ് ഇതിനകത്ത് ടീം ഉണ്ടായിരുന്നു. ഇത് ആനിമേഷൻ ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. ആനിമേഷനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫ്ലാഷ് ഒക്കെ ആയിരുന്നു അതിന്റെ ഫ്രെയിം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഐ മീൻ നോട്ട് ഫോർ ആനിമേഷൻ, ഐ തിങ്ക്. അതൊന്ന് പറയൂ, അതിന്റെ സാങ്കേതികത എന്താണ്? ഫ്ലാഷിന്റെ പുതിയ പേര് അനിമേറ്റ് എന്നാണ്. അപ്പൊ അനിമേറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഇതും ചെയ്തത്. കാരണം എനിക്ക് ഏറ്റവും അറിയാവുന്ന സോഫ്റ്റ്വെയർ അനിമേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അതിലകത്ത് തന്നെയാ ചെയ്തത്, അനിമേറ്റഡ് ചെയ്തു. പിന്നെ സിൻഡിക്കയിലാണ് വരയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ പേപ്പറിലല്ല ചെയ്യുന്നത്. ഒരു സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലിയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആനിമേഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അതായത് ഇപ്പോ
ഈ പറഞ്ഞ AI ആയിക്കോട്ടെ പല രീതിയിൽ ജോബ് ലോസസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കത് അതിന്റെ ഓരോ തോട്ട് പ്രോസസ്സ് തുടങ്ങി നമ്മുടെ അടുത്ത് ഓരോ ക്രൂ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഉത്തരവാദിത്തങ്ങളും ഇതുമൊക്കെ ഉണ്ട്. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? എന്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ജോലി ആദ്യം വിടുന്നത് ടൂൺസിൽ നിന്ന്. അത് 2005-2006 സമയത്ത് കണ്ടാണ് നിൽക്കുന്നത്. ടൂൺസിൽ 1999 ആരംഭിക്കുന്നുണ്ടല്ലോ ടൂൺസ്. നമ്മൾ ആദ്യത്തെ ബാച്ചിലുണ്ട്. അപ്പൊ അങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ജോലിക്ക് പോകണം തോന്നി. അപ്പൊ അവിടെ വീണ്ടും ടെക്നോ പാർക്കിൽ വൈകിൽ പോയി. പിന്നെ മനോരമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. ടൂൺസിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി ആലോചിച്ചില്ല പിന്നെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനിമയൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം അന്ന് മുതലേ സിനിമ ഇങ്ങനെ നമുക്കൊരെണ്ണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യുക എന്നുള്ള ഇതിലേക്ക് എത്തുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ വരുന്നോണ്ടായിരിക്കും. നമുക്ക് കുറച്ച് അതിന് മുമ്പ് തന്നെ ഗ്രാഫിക് നോവൽ ചെയ്തിട്ടുണ്ട് 2 അറിയാലോ. അതിന് മുമ്പ് തന്നെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ചിലപ്പോൾ സ്വന്തമായിട്ട് 2 ഗ്രാഫിക് നോവൽ ചെയ്തപ്പോൾ അതിന്റെ ഒരു രസം കുറച്ചുകൂടെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ സ്വാതന്ത്ര്യം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഈ പറഞ്ഞ രസം, നമുക്ക് ഒരു രസത്തിന് എന്താ പറയാ, സന്തോഷം എന്നാണ് പറയാ, എന്താ പറയാന്നറിയില്ല. ഈ റവന്യൂ എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്ത് ഇടയ്ക്ക് കുറച്ച് പണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് പല രീതിയിലും പല വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും വെറുതെ ഇരുന്നിട്ടില്ല. ഇപ്പൊ വെറുതെ ഇരുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. വെറുതെ ഇരുന്ന സാഹചര്യം വരുമ്പോഴാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചു തന്നെയാണ് വിചാരിക്കുന്നത്. ആ സമയം ഉപയോഗിച്ചു. എല്ലാ സമയത്ത് ജോലി ചെയ്യുന്നുണ്ട്, പല ജോലികളും ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടും പല രീതിയിലും. അങ്ങനെ തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. നേരത്തെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം അതിന്റെ ഒരു ഏകാന്തതയുണ്ട്. ഏകാന്തത ഒരു പക്ഷെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതിനെങ്ങനെ കാണുന്നത്? അതുണ്ട്. ഈ പറഞ്ഞത് കറക്റ്റാണ്. ഏകാന്തത എന്ന് പറയുന്നത് ശരിക്ക് എനിക്ക് തോന്നുന്നത് പന്നിമലത്താണ് ഏറ്റവും ആദ്യം നമ്മളിങ്ങനെ എന്റെ ഒരു സ്വന്തമായിട്ടൊരു വർക്കായിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു പല കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ വീട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആ സമയത്തിന് ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വിഷമത്തിലായി പോകും. ഏകാന്തതയുടെ പ്രശ്നമല്ലത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത് പോലത്തെ ഒരു ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം നമ്മൾ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ ഭയങ്കര വിഷമത്തിലാക്കും. അപ്പം അതിനെ മറികടക്കാനുള്ള ഒരു വഴി കൂടെയാണ് ഈ പന്നിമലത്ത് എന്നുള്ള സാധനം ചെയ്യുന്നത്. അപ്പൊ അന്നത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആണ്ട് മുങ്ങ എന്ന് പറയല്ലേ, അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് മുങ്ങ. അതപ്പോ നമ്മളത് പിന്നെ വേറെ ഒന്നും അറിയുന്നില്ല. ആ ഒരു ലൈനിൽ അത് ചെയ്തത്. അപ്പൊ അത് നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു ഈ പറഞ്ഞ രസം എന്ന് പറയുന്ന അതിനെ എന്ത് വാക്കാ പറയാൻ ആ ഒരു സന്തോഷമാണോ, നമ്മളെ അത് ഭയങ്കരമായിട്ട് നമ്മളതിങ്ങനെ ആ വർക്കിൽ രസിച്ച് മുന്നോട്ട് പോകും. അത് ചെയ്യുന്നതിന് കുറെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നമ്മളത് ഈ രസിക്കുന്നതിന്റെ ഭാഗം രസം കൊണ്ട് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യും, ആ ബുദ്ധിമുട്ടുകളെയൊക്കെ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകാന്തത കുറച്ച് ഇഷ്ടമൊക്കെ തന്നെയായിരിക്കും. ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് അതിനെപ്പറ്റി എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെയാണ് രസകരമായ സംഗതി. പൊതുവെ നമ്മൾ ആനിമേഷൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു വലിയ വിഭാഗം ആളുകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളൊരു തോട്ട് വരുന്നൊരു സംഭവമുണ്ട്. അതേസമയം ജപ്പാനിലും ഫ്രാൻസിലൊക്കെ ആനിമേഷൻസിന് കുറെ കൂടി അതൊക്കെ അവിടെ നടക്കുന്നത്, നമ്മുടെ അവിടെ ആ ഒരു രീതിയിലേക്ക്. സോ എന്താണ് നമുക്ക്, ഓഫ്കോഴ്സ് നമ്മളിപ്പോഴും ലൈവ് ആക്ഷൻ ഫിലിമിന്റെ ഒരു ഗ്ലോറിയിലും ഗ്ലാമറിലും പണത്തിന്റെയും ഒക്കെ ഇതിലാണ്. പക്ഷെ ഇപ്പൊ ജോഷി ഇതില് ഇപ്പൊ പ്രത്യേകിച്ച് നാഷണൽ ലെവലില് അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്ന സമയത്ത് വാട്ട് ഡു യു തിങ്ക് ഇസ് എ ഗ്യാപ്പ് ആൻഡ് വാട്ട് ഷുഡ് വി ഡു? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓരോ സമൂഹത്തിന്റെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ജപ്പാൻ പോലെ അല്ലെങ്കിൽ ഫ്രാൻസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ ഈ 2 സ്ഥലങ്ങളിൽ പോയിട്ടില്ല, അവിടെ നേരിട്ട് അനുഭവമില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ള അവര് ഈ ചിത്രകല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ ആ സമൂഹം, ചിത്രം വരയ്ക്കാത്ത ആൾക്കാർ പോലും കുറെ കൂടെ ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ സമൂഹം, സാധാരണ അവിടുത്തെ സമൂഹം എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശരിയായിരിക്കും ആവണമെന്ന് എനിക്കറിയില്ല, അങ്ങനെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മളിവിടെ ഈ സാഹിത്യം അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുന്ന സംഗതിയാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്, അതിനെയാണ് നമ്മുടെ സമൂഹം കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത് കൂടുതലായിട്ട് ആൾക്കാർ. ഈ വര എന്ന് പറയുന്ന സംഗതി അവര് കാണുന്നത് ഒന്നുകിൽ സാഹിത്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമായിട്ടോ, ആൾക്കാർക്ക് അത്രയും അതിനോടൊരു താല്പര്യം
താല്പര്യമുള്ളവർ കുറവാണ് താരതമ്യേന. അത് തെറ്റല്ല, ഓരോ സമൂഹത്തിന്റെ വ്യത്യാസങ്ങളാണ്. അത് ഒന്നും തെറ്റെന്നൊന്നും ശരിയെന്നൊന്നും നമ്മൾ അങ്ങനെയല്ല അത് പറയുന്നത്. അത് ഓരോ സമൂഹത്തിന്റെ ഓരോ രീതികളും കടന്നു വന്ന ഓരോ വഴികളുടെ ഓരോ കാര്യങ്ങളുടെ ഇതുകൊണ്ട് ആയതായിരിക്കും, അല്ലെങ്കിൽ ഓരോ ബോധ്യങ്ങളുടെ വ്യത്യാസമായിരിക്കും. അത് തെറ്റൊന്നുമല്ല. അപ്പൊ അതിലേക്ക് എങ്ങനെ ഈ വരയ്ക്കാത്ത ആൾക്കാരും വരയെ ഇഷ്ടപ്പെടുന്ന ഒരു കാലം വരുമ്പോഴാണ് ഇതിന് നല്ല കാലം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കലയെ ഇഷ്ടപ്പെടുന്നവരുമായി ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഒരു കാലം വരുമ്പോഴാണ്. അത് വരണം നിർബന്ധമൊന്നുമില്ല. അത് ഓരോ സമൂഹം എങ്ങനെയാവുന്നതിനനുസരിച്ചിട്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വരണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കാലം വരുമായിരിക്കും ഈ ആനിമേഷൻ എന്ന് പറയുന്ന സംഗതിക്കും വരയ്ക്കുന്നവർക്കും ഒക്കെ എന്ന് വിചാരിക്കും. പിന്നെ അവിടെ ഗവൺമെന്റ് തന്നെ കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിലും, ഫ്രാൻസിലായാലും ജപ്പാനിലായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ. അതുകൊണ്ട് തന്നെ കുറെ ഇവിടെ സിനിമ ഇങ്ങനത്തെ ആനിമേഷൻ വർക്കുകൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. പക്ഷെ ആ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാന്നുള്ള സംഗതി ഇവിടെ ഉണ്ടല്ലോ. അതിന് കുറച്ചുകൂടെ ജോലി ചെയ്യണ കുറച്ചുകൂടെ നമുക്ക് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോകാൻ പറ്റുമായിരിക്കും. അപ്പം അതൊക്കെ തന്നെയാണ്. അത് ആരും സാഹചര്യം അനുകൂലമാകാത്തതുകൊണ്ട് ചെയ്യാത്ത തന്നെയായിരിക്കും നിൽക്കുന്നത് കുറെ പേരൊക്കെ. സാഹചര്യം അനുകൂലം ഇനിയും നല്ല നല്ല വർക്കുകൾ ഇവിടെ ഉണ്ടാവാൻ ഉള്ള പ്രതിഭകൾ ഇവിടെ ഉണ്ട്. അതൊരു കുട്ടി ചിലപ്പോൾ ഒരു 10-12 കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇത് നല്ലൊരു രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലോ വരുന്നത്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റൈൽ വരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ആവുകയാണ് ഈ പറഞ്ഞിട്ട് ഇത് വരുമ്പോ. സോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വാട്ട് ഇസ് ഫ്യൂച്ചർ? AI എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരു ഒറിജിനൽ സ്റ്റൈലുള്ള ഒരിക്കലും ഒരാൾക്ക് ശല്യമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ലെന്ന് എൻ്റെ ഒരു തോന്നല്. പിന്നെ AI എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എന്താ പറയാ, ചില ഈ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്പൂതിരി മാഷ്ട ഇല്ലസ്ട്രേഷൻ നമുക്കറിയാം. അപ്പൊ അതുപോലെ വേറൊരു പുതിയൊരു നമ്പൂതിരി മാഷെ പോലെയുള്ള പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ അയാളുടെ സ്റ്റൈല് നമ്പൂതിരി മാഷ സ്റ്റൈൽ ആയിരിക്കില്ല, വേറെ എന്തോ പുതിയ നമ്മൾ അറിയാത്തൊരു സ്റ്റൈലായിരിക്കും അയാളുടെ ഉണ്ടാവുക. അപ്പൊ അതുപോലെ ഒരു പുതിയ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും AI ക്ക് പറ്റില്ല. AI ക്ക് ഉള്ളതിനെ വെച്ചിട്ടുള്ള സംഗതികളെ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ മനസ്സിലാക്കാൻ, ഞാൻ AI പറ്റി പൂർണ്ണമായിട്ട് പഠിക്കുന്ന ആളല്ല, എന്നാലും എന്റെ മനസ്സിലാക്കൽ അങ്ങനെയാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാളുടെ ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഗതിയെ കടത്തിവിട്ടാണെന്ന് AI ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം ഒറിജിനലായിട്ട് സ്വന്തമായിട്ട് ഒരു ശൈലി ഡെവലപ്പ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് AI ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പുതിയ ഒരു ശൈലി വേണോ ആ ഡ്രോയിങ്ങിന് എന്ന് വിചാരിക്കാതെ നമുക്കൊരു സ്ഥിരം കണ്ട രീതിയിലുള്ള ഒരു വർക്കാണ് വേണ്ടത്. അതിന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തെടുക്കണം, ഏറ്റവും കുറഞ്ഞ സമയത്ത് ചെയ്തെടുക്കണം എന്നൊക്കെയാണെങ്കിൽ AI തീർച്ചയായിട്ടും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്പൂതിരി മാഷിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, നമ്പൂതിരി നമുക്ക് എപ്പോഴും ആരാധന തോന്നിയിട്ടുള്ള ഒരാളാണ്. ടോം വട്ടക്കുഴിയുടെ സ്റ്റൈല്, പ്രദീപ് കുമാറിന്റെ സ്റ്റൈൽ, ഇതൊക്കെ നമ്മൾ മാതൃഭൂമി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഒരുപക്ഷെ അത് ചെയ്യണം. അതിനുശേഷം ഷെരീഫിന്റെ വരെ വന്നപ്പോ ആദ്യം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ കാലം ഇപ്പൊ മാതൃഭൂമിയോ അല്ലെങ്കിൽ അത്തരം വീക്ക്ലീസ് ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ എന്താണോ അതിന്റെ ഒരു ക്ലാസിക് ഫോം അല്ലെങ്കിൽ അതിന്റെ ഒരു മൂല്യം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നാളെ അടുത്തൊരു ജനറേഷൻ ജെൻസി വരുന്നു, അവരുടെ ഇച്ഛകൾ റീൽ ബേസ്ഡോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് അത് ചെയ്യുന്ന സമയത്ത് ഈ വായനയുടേതും പരിവർത്തനം നടക്കുന്നുണ്ടാവും. അപ്പോ ഒരുപക്ഷെ ഷെരീഫ് ആയിരിക്കില്ല പിന്നെ വരയ്ക്കുന്നത്, അവിടെ കുറച്ചും കൂടി ഒരു ഡിജിറ്റൈസ്ഡ് ഇതൊക്കെ വന്നേക്കാമല്ലോ. അങ്ങനെ വരുമ്പോ ഇത് പിന്തുടരുന്ന ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. വരയ്ക്കുന്ന ഇപ്പം അതിന് ഒരു ഉദാഹരണം പറഞ്ഞൊരു കഥയുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെ പാളയത്ത് ബസ് സ്റ്റാൻഡിൽ ബസ്സിലിരിക്കുമ്പോൾ ഒരാൾ പേന വിൽക്കുന്ന, ഒരു ബോൾ പെൻ വിൽക്കുന്ന ഒരാളാണ്. അയാൾ പേന വിൽക്കാൻ വേണ്ടി ബസ്സിൽ കയറി വന്നു. മൂപ്പര് പറഞ്ഞ, ഈ പേന കൊണ്ട് നിങ്ങൾക്ക് കഥകൾ എഴുതാം, നോവൽ എഴുതാം, ചെറുകഥ എഴുതാം. അപ്പൊ അത് ഒരു നല്ല സംഗതിയാണ്. കാരണം ആ പേന അല്ല സംഗതി, അത് ആരുടെയും കിട്ടുന്നുള്ളതാണ്. ആ പേന ഇപ്പൊ ഒരേ പേന MD കിട്ടിയാൽ വരുന്ന സംഗതി ഒന്നാണ്, OVGന്റെ കിട്ടിയാൽ വരുന്ന സംഗതി വേറെ എന്താണ്, പിന്നെ നമ്മുടെ എന്താ പറയാ നമ്പൂരി ഭാഷയിൽ കിട്ടിയാൽ വരുന്ന വേറെ ഒന്നാണ്. അപ്പൊ ഒരേ പേന തന്നെയാണ്, പക്ഷെ വരുന്നത് 3 സാധനങ്ങളാണ്. അതാണ് ഇതിന്റെ സംഗതി. അപ്പൊ നമ്മൾ പേപ്പറിൽ വരയ്ക്കുക, പണ്ട് കല്ലിലാണ് ചെയ്തിരുന്നത്, ഇപ്പം പേപ്പറിൽ വരയ്ക്കുന്നു, പിന്നീട് നമ്മൾ സിൻഡിക്കിൽ വരയ്ക്കുന്നു.
പക്ഷെ ഇത് ആരെ ഇപ്പൊ നമ്പൂരി സിൻഡിക്കിൽ വരയ്ക്കുന്നെങ്കിൽ നമ്പൂരി വരയ്ക്കുന്ന ഞാൻ സിൻഡിക്കിൽ വരച്ച നമ്പൂരി വരയ്ക്കുന്ന വരെ ആവില്ല. അതാണ് ഇതിന്റെ അടിസ്ഥാന കാര്യം. അപ്പം ഇനിയിപ്പോ അടുത്ത നമ്പൂരി വരുമ്പോൾ സിൻഡിക്കിലും അല്ല അതിന്റെ ഏറ്റവും കൂടിയ സംഗതിയിലേക്ക് അയാൾ വരയ്ക്കുക, ചിലപ്പം പേപ്പറിലായിരിക്കില്ല. അതാണ് ഇതിന്റെ സംഗതി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആര് വരയ്ക്കുന്നു എന്നുള്ളതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ആശയം പറയാൻ ചിലപ്പോൾ അതിനേക്കാളും നല്ലൊരു ഒരു സങ്കേതം അല്ലെങ്കിൽ ഒരു വഴി ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർ പുതിയ രീതികൾ ഉപയോഗിച്ച് ചെയ്യുന്ന, ചിലപ്പോൾ കമ്പ്യൂട്ടർ തന്നെ പോയിട്ട് വേറെ ഭാവിയിൽ വേറെ സാധനം വന്നേക്കായിരിക്കും. ഇതിനേക്കാളും പുതിയ എന്തെങ്കിലും സംഗതികൾ വരുന്നുണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല അതിനെപ്പറ്റി. അപ്പം അങ്ങനെയൊക്കെ തന്നെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ സാഹിത്യത്തിനെ കുറച്ചുകൂടി വിശുദ്ധ സാധനമായിട്ടും മറ്റേ കുറച്ചുകൂടി വിശുദ്ധി പറഞ്ഞ സാധനമായിട്ടും വരയ്ക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ കുറച്ച് ക്ലിയറാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ കളർ ഭയങ്കര വിശുദ്ധമായ സംഗതിയാണ്, കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ അത് കുറച്ച് വിശുദ്ധി കുറഞ്ഞതാണ്. അങ്ങനെയൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാം നല്ലത് തന്നെയാണ്. അതിന്റെ ഉദ്ദേശം നല്ലതാകുമ്പോഴും അതിന്റെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടിയ സാധനമാണെങ്കിൽ അത് നന്നായി വന്നോളെന്ന് എനിക്ക് തോന്നുന്നു. ലൈവ് ആക്ഷൻ ഫിലിമിന്റെ റിവ്യൂ ചെയ്യുന്ന ഒരാള് ആനിമേഷൻ ഫിലിമിന്റെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അയാൾ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട സംഗതികൾ എന്തായിരിക്കും? ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും ലോക സിനിമയെ പറ്റി കുറച്ച് കണ്ട് പരിചയം ഉണ്ടാവണമായിരിക്കും. ലോകത്തിലുണ്ടായിട്ടുള്ള നല്ല ആനിമേഷൻ സിനിമകളെ കണ്ട് പരിചയമുണ്ടെങ്കിൽ നല്ലതെന്ന് ഞാൻ എല്ലാത്തരം ഞാൻ പറയുന്നത്. ഇപ്പൊ ഫെസ്റ്റിവൽ സിനിമകളായാലും അങ്ങനെ കുറച്ച് കാണുമ്പോൾ നമുക്ക് എത്രമാത്രം അതിനെപ്പറ്റി ധാരണയുണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഇതിനെപ്പറ്റി ഈ സംഗതി എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് അതിന്റെ കാര്യങ്ങൾ ഒരു ധാരണ കിട്ടും. പിന്നെ ഈ എല്ലാത്തിനും അപ്പുറത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമുക്കെങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളതാണ് പ്രധാന സംഗതി. ഇപ്പൊ ഒരു പെയിന്റിങ് കണ്ടാൽ പോലും നമുക്കൊരു ഫീൽ ഉണ്ടാക്കുന്നില്ല അത്, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കുന്നില്ല, അതിൽ കാര്യമില്ല. ഇപ്പൊ സിനിമ കണ്ടാലും എന്തായാലും ഇപ്പം ബാക്കി എല്ലാവർക്കും ഫീൽ ഉണ്ടാക്കി നമുക്ക് ഒരു ഫീൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് മോശം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, ഒരു ആർട്ട് എന്ന് പറയുന്നത് എല്ലാവരെയും നമുക്ക് സമൂഹത്തിന് മൊത്തം ഇഷ്ടപ്പെടുത്താൻ പറ്റില്ല ഒരിക്കലും. എത്ര മഹത്തരമായ ആർട്ടായാലും ചിലപ്പോ എല്ലാരും ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒറ്റ ആർട്ടിനെ ഒരു നല്ലൊരു ഒറ്റ സംഗതി ഞാൻ പറയുന്നത്. ഒറ്റ സാധനം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരിക്കലും സാധിക്കാത്തൊരു സംഗതിയാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരേ ആൾക്കാരായിരിക്കണം, അങ്ങനത്തെ കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ഇതുവരെ സംഭവിച്ച കുറെ കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാവുക, പിന്നെ നമ്മൾക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്തു, പിന്നെ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള അറിവുകൾ അത് തീർച്ചയായിട്ടും വേണം എങ്ങനെയാലും. അത് അപ്പോഴാണല്ലോ അതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതായിരിക്കും നമുക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് അതിനെപ്പറ്റി പറയുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏത് കലയെ സംബന്ധിച്ചായാലും അത് അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നു. അതുപോലെ ഞാൻ പറയുന്നത് ഇപ്പൊ ആനിമേഷൻ ഇതിനെപ്പറ്റി പറയാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവണം. ഇഷ്ടം ഉണ്ടാവുന്നത് അടിസ്ഥാനമായിട്ടൊരു നല്ല കാര്യമാണ്. ആ കലാരൂപത്തോട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിലാണ്, ഇഷ്ടം എന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് വേണം എന്ന് തോന്നി. അതും വേണം. ഈ പറഞ്ഞ വഴി നമുക്ക് ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യുക. പിന്നെ നമുക്ക് ഈ കണ്ട വർക്ക് നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യും, നമുക്ക് എങ്ങനെ അത് നമ്മളെ ഫീൽ ചെയ്യിച്ചു എന്നുള്ളതും കൂടെയാണ് രണ്ട് സംഗതി നോക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുണ്ടല്ലോ ഒരു ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത്, അതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുള്ള സംഗതിയാണ്. ഇത് നല്ല വർക്കാണോ മോശം വർക്കാണോ, അല്ലെങ്കിൽ കുറച്ച് നല്ല വർക്കാണ്, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ അത് എല്ലാവർക്കും പറ്റാത്തൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നല്ലത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഒരു മാസികയുടെ എഡിറ്റർ എന്ന് പറയുന്ന ഒരാൾ വരുന്നത്. അയാളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ആ മാഗസിന്റെ തന്നെ നിലവാരം മാറുന്നു. അപ്പൊ അയാൾക്ക് അത് നല്ലത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. നല്ലതെന്ന് പറയുന്ന സാധനം ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്, ഇല്ലേ? നല്ലതെന്ന സാധനം ഉണ്ട്. കാരണം നല്ലതിനാണ് നിലനിൽക്കാൻ പറ്റുന്നത് കാലങ്ങളോളം. ഇപ്പൊ ഷേക്സ്പിയറിന്റെ കാലത്ത് ഇഷ്ടം പോലെ വേറെ സാഹിത്യം ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും, വേറെ പലതരം എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഇപ്പം കാണുന്നില്ല നമ്മള്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് അതുപോലെ ഉണ്ട്. നമ്മൾ ഈ ചിത്രം വര എന്ന് പറഞ്ഞാലും ഇപ്പൊ ഇല്ലസ്ട്രേഷൻസ് മാഗസീൻ വരുന്നത്, ഇപ്പൊ മാതൃഭൂമിയിൽ വന്നാൽ അതെല്ലാം നല്ലതാവണമെന്നില്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട്. മാതൃഭൂമിയിൽ വന്നതുകൊണ്ട് അതെല്ലാം നല്ലതാവണമെന്നില്ല. അതുപോലെ മാതൃഭൂമിയിലല്ല വേറെ ഒരു മാഗസീനിൽ വന്നുകൊണ്ട് അത് മോശമാവണമെന്നില്ല.
അപ്പൊ അത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് നല്ലതാണോ? അങ്ങനെ ഉണ്ട്. എല്ലാം നല്ലതല്ല ഒരിക്കലും, ആണല്ലോ അല്ലെ? എല്ലാം നല്ലതല്ലല്ലോ. എല്ലാം ആണ്, പക്ഷെ കുറച്ചതിനകത്ത് ഏറ്റക്കുറങ്ങളുണ്ടാവും. പുതിയ വർക്കുകളായിക്കോട്ടെ, പുതിയ ഗ്രാഫിക് നോവലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ പുതിയ രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തകളുണ്ടോ മനസ്സിൽ? ചിന്തകളിലുണ്ട്. അപ്പൊ ചിന്തകളുണ്ടെന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാല്. കാരണം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എങ്ങനെ വരിക എന്നുള്ളത് ഒരു പിടുത്തമില്ല. അപ്പം എങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് അത്രേ അതിനെപ്പറ്റി പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇതൊരു ക്ലീശ ചോദ്യമാണ്. ഇത് കൂടി ചോദിച്ചത്, അതായത് അവാർഡ് കിട്ടുമ്പോൾ പൊതുവെ പണ്ടേ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഇതൊരു സക്സസ് ഓഫ് കോഴ്സ് അതില് അഭിമാനമുണ്ട്, പക്ഷെ ഇതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അതായത് ഒരു ഉത്തരവാദിത്തം, അതായത് ഇപ്പൊ ഒരു വർക്ക് ചെയ്യുമ്പോൾ അടുത്തത് അതിനേക്കാൾ മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. അത് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ഒരു സംഗതി ഒരിക്കലും വരുന്നില്ല. കാരണം നമ്മളിപ്പം തന്നെ ചെയ്യുന്നത് അത്രയും ശ്രദ്ധ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ വർക്ക് ചെയ്തപ്പോഴും നമ്മളത് നമ്മളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം അതിന് എല്ലാ രീതിയിലും ഏത് സമയത്തും നമ്മൾ ഏറ്റവും ആലോചിച്ചും ഏറ്റവും സമയം കൊടുത്തും നമുക്ക് ഏറ്റവും പറ്റുന്ന പോലെ മാക്സിമം നന്നായിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ മാറ്റങ്ങൾ വരുത്താൻ തോന്നി അപ്പൊ തന്നെ മാറ്റിയിട്ട് തന്നെ പോകുന്നുള്ളൂ. അത് അങ്ങനെ മതിയല്ലോ എന്ന് വിചാരിച്ച് വെക്കുന്നൊന്നുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഇനിയൊരു വർക്ക് ചെയ്താൽ അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് ഇങ്ങനെ നമുക്ക് ഈ അവാർഡ് കിട്ടിയോണ്ട് അടുത്ത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഇല്ല. അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല. നമ്മള് ഇങ്ങനത്തെ സ്വന്തം വർക്കുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പിന്നെ സ്വന്തം നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് നമ്മൾ മാത്രമാണ് അതിന്റെ ഉത്തരവാദി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഒരു ഉത്തരവാദിത്വം കൂടുമ്പോൾ ഒരു രസം കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതങ്ങനെ തന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ആത്മാർത്ഥത എന്ന് പറയുന്നത് അതിന്റെ എഫേർട്ട് വൈസിൽ. അപ്പൊ ഓഫ് കോഴ്സ് എല്ലാ സിനിമകൾക്കും നൂറുകണക്കിന്, ഞാൻ ലൈവ് ആക്ഷൻ പറയുന്നത്, നൂറുകണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവർക്ക് ഇത്തരം വർക്ക് ചെയ്യണതല്ലേ, നമുക്ക് അതിനെ കുറിച്ച് പറയാമോ അങ്ങനെ ആ ഒരു അഭിപ്രായത്തിലല്ല. ഇവരുടെ പലതും നമ്മൾക്ക് വിഷ്വലി അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീക്വൻസ് കാണുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ ആത്മാർത്ഥതയോടുകൂടി, ഇപ്പോ ജോഷി പറഞ്ഞു എനിക്കത് എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് കാണുമ്പോൾ ഒരു സംഗതി വിഷ്വൽ, ഞാൻ ഫിലിം എന്നുള്ള രീതിയിൽ മാത്രമല്ല, എന്തായാലും ഇപ്പൊ ഒരു റീലാണെങ്കിൽ പോലും അതിൽ അവരിട്ടിട്ടുള്ള ആത്മാർത്ഥത നമുക്ക് ക്ലിയർ ആവുന്ന പല ഘടകങ്ങൾ, പല സന്ദർഭങ്ങളുണ്ടല്ലോ. അപ്പോ ഒറിജിനാലിറ്റി, ഫോർ എക്സാമ്പിൾ, അതിന്റെ ഒറിജിനാലിറ്റി കാണുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈങ് ആണ് ആസ് എ ഫിലിം ലവർ അല്ലെങ്കിൽ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ലവർ. അപ്പോ ഈ ആത്മാർത്ഥത കാണുന്ന പല കാര്യങ്ങളും, ഇപ്പൊ നമുക്കത് ഇമോഷണൽ സീക്വൻസ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ പോലും ചിലപ്പോൾ നമുക്കത് കാണുമ്പോൾ കണ്ണറിഞ്ഞു പോകും. കാര്യം അതില് ആ ഒരു സിൻസിയറിറ്റി അതിൽ എവിഡന്റ് ആണ്. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ആത്മാർത്ഥത ഫീലാണ്. പക്ഷെ ഫീൽ ഡസന്റ് മീൻ ഇറ്റ്സ് ലൈക്ക് ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഫീൽ അല്ല. പറഞ്ഞ കറക്റ്റാണ്. കാരണം ഇമോഷണലി ഇതാക്കുന്നതല്ല ശരിക്കും നല്ല ഫീൽ എന്ന് പറയുന്നത്. അത് കറക്റ്റാ പറഞ്ഞത്. അതാണ് ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടി, ഓക്കെ, അച്ചീവ്മെന്റ് ആണ്. പക്ഷെ അടുത്ത സിനിമയ്ക്കും കിട്ടി എന്നുള്ളത് കൈൻഡ് ഓഫ് എ സക്സസ്. ഐ മീൻ ഐ കൗണ്ട് ഇറ്റ് ലൈക്ക് ആ ഒരു ഇതിനെ വാല്യൂ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് അതിനിട്ടിട്ടുള്ള ആത്മാർത്ഥതയായിക്കോട്ടെ, അത്രയും ഇൻവോൾവ്മെന്റോടുകൂടി മറ്റുള്ള പല കാര്യങ്ങൾ, എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് വന്ന്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് യു ആർ നോട്ട് ഡൂയിങ് ലൈക്ക് ദാറ്റ്, യു ആർ ഡൂയിങ് ഇറ്റ് ഡിപെൻഡന്റ്ലി, അതിന്റെ അതിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഈ പുരസ്കാരം ഇത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. തോന്നുന്നു ഒരു അനിമേഷൻ ലവേഴ്സ് ആയിക്കോട്ടെ, ഒരു വിഷ്വൽ മീഡിയ ലവേഴ്സ് ആയിക്കോട്ടെ, ഐ തിങ്ക് എവരിവൺ ഷുഡ് റെസ്പെക്ട് ദാറ്റ്, വാല്യൂസ് ദാറ്റ് റെക്കഗ്നിഷൻ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. You're the wonder that connection brought. Come on.